ദില്ലിയിൽ നടന്ന കോൺഗ്രസിന്റെ യോഗം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഐക്യ കാഹളം മുഴക്കാൻ, നേതാക്കന്മാരെ ഒരുമിച്ച് നിർത്താൻ, നേതാക്കന്മാരോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ, അതുവഴി 2025 നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു പാർട്ടിയെ എങ്ങനെ ശക്തമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന വ്യക്തമായ സന്ദേശമാണ് അവിടെ നിന്നും ലഭിച്ചത്. ഓരോ നേതാവിനും സംസാരിക്കാൻ കിട്ടിയത് 3 മിനിറ്റ്. യോഗം ആരംഭിച്ചുകൊണ്ട് സംസാരിച്ചത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ബഹുമാനവും വിളിച്ചോതുന്നതായിരുന്നു ആദ്യ പ്രസംഗം. അതിൽ തന്നെ പാർട്ടിക്ക് അഭികാമ്യമല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന ശക്തമായ താക്കീത് ശ്രീ KC വേണുഗോപാൽ നൽകിയതോടെ പുനഃസംഘടനയുടെ ഒരു ഓരത്ത് പോലും സംസാരം ആരംഭിക്കാൻ ഒരു നേതാവും തയ്യാറായില്ല. എടുത്തു പറയേണ്ടത് ശ്രീ VM സുധീരനെ കുറിച്ച് തന്നെയാണ്. ഓരോ ആളുകൾക്കും 3 മിനിറ്റ് വീതം കിട്ടിയപ്പോൾ 7 ഇന പദ്ധതിയുമായി എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടുമായിട്ടാണ് ശ്രീ VM സുധീരൻ യോഗത്തിൽ പങ്കെടുത്തത്. 3 മിനിറ്റ് കൊണ്ട് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രചരണ ശൈലിയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വവും ഐക്യജനാധിപത്യ മുന്നണിയും തയ്യാറാകണം. അതുപോലെ കേരളത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ, ജാതി മത വിഭാഗങ്ങൾ, അവർക്കെല്ലാം കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അജണ്ട കോൺഗ്രസ് വളരെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതുപോലെ VD സതീശൻ താനൊരു അധികാരമോഹിയല്ല എന്ന് ഈ യോഗത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി പദവി ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല താനെന്ന് പറയുക വഴി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താനില്ല എന്ന് ശ്രീ VD സതീശൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് നിന്ന വിഷയം, ആ വിഷയത്തിൽ എത്ര വലിയ ഉന്നതനായ നേതാവായാലും ശരി, ആ നേതാവ് പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത് കർശനമായി വിലക്കുന്ന താക്കീത് തന്നെയാണ് AICC ആ യോഗത്തിൽ വെച്ച് നൽകിയത്. ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോഴും അതല്ലല്ലോ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ സ്വാഭാവികമായും ഉപരിപ്ലവമായിട്ടുള്ള ഒരൈക്യത്തിനപ്പുറം മാനസികമായിട്ടുള്ള ഒരൈക്യത്തിലേക്ക് പാർട്ടിയുടെ നേതൃത്വം എത്തേണ്ടതിന്റെ കൃത്യമായ സന്ദേശമാണ് നേതാക്കന്മാർക്കിടയിലേക്ക് നൽകിയത്. ഏറ്റവും വൈകാരികമായി സംസാരിച്ചത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ K സുധാകരൻ തന്നെയാണ്. അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ട് 3 വർഷവും 8 മാസവും തികഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഒരു ആദ്യത്തെ 10 മാസത്തിന് ശേഷം തുടർച്ചയായി അദ്ദേഹത്തെ മാറ്റുന്നു, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നു, അദ്ദേഹത്തിന് പകരം പുതിയ പ്രസിഡന്റ് വരുന്നു എന്ന ചോദ്യങ്ങൾ നിരന്തരമായി നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ വൈകാരികമായി സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. തന്റെ നേതൃത്വം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ സജീവമായി പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴെല്ലാം തന്നെ പിന്തുണയ്ക്കാനും തന്നോടൊപ്പം നിൽക്കാനും തന്റെ ഭാഗം ന്യായീകരിക്കാനും ഒട്ടുമിക്ക നേതാക്കന്മാരും തയ്യാറായില്ല എന്ന വൈകാരിക പ്രകടനമാണ് ശ്രീ K സുധാകരൻ യോഗത്തിൽ അവതരിപ്പിച്ചത്. ഏതായാലും തിരുവഞ്ചൂരിനെ പോലുള്ള ആളുകളെ കൂടി ഈ യോഗത്തിലേക്ക് വിളിച്ചതോടെ യോഗം വളരെ ഗൗരവതരമായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രത്യേകിച്ച് ദീപാദാസ് മുൻഷി എന്ന വളരെ അച്ചടക്കത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിലെ 14 ജില്ലകളിലെ നേതാക്കന്മാരുമായി വളരെ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ദീപാദാസ് മുൻഷിയും കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിർണായകമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഏതായാലും വിഭാഗീയതയുടെ ചിറകുകൾ വിടർത്താൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ട നേതാക്കൾക്കപ്പുറം ഐക്യത്തിന്റെ മഹാസന്ദേശം നൽകിക്കൊണ്ട് കോൺഗ്രസുകാരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉയർത്തെഴുന്നേറ്റ ഒരു യോഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ദില്ലി യോഗം എന്ന് പറയാതിരിക്കാൻ വയ്യ.